സോ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമുക്ക് ഡിവിഷൻ 4 തന്നെയാണ് നമ്മളിപ്പോഴും. അപ്പോൾ നമുക്ക് ഡിവിഷൻ 4 മാച്ചുകൾ എന്തെങ്കിലും കളിച്ച് നോക്കാം. നമ്മൾ കഴിഞ്ഞ നമ്മൾ ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നത് നമുക്ക് 1-1 ഡ്രോ ആണ്. ഇതെങ്കിലും നമുക്ക് മാക്സിമം ജയിക്കാൻ നോക്കണം. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഓപ്പോണിന് വേണ്ടിയുള്ള സെർച്ചിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും ഫ്രണ്ട്ലി മാച്ച് കളിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. നമുക്ക് എന്തായാലും ഫ്രണ്ട്ലി മാച്ച് കളിക്കാം. എന്തായാലും സംഭവം ഓപ്പോണൻ്റ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ നമ്മുടെ സ്ക്വാഡിന്ന് ഫോം നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. സലയ്ക്ക് ഫോമില്ല. അടുത്തേക്ക് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഇറക്കാൻ ഇപ്പോൾ ആരുമില്ല. എന്നാലും കൊള്ള വെച്ച് കളിച്ച് നോക്കാം. ഓപ്പോണൻ്റ് സ്ക്വാഡ് നോക്കി നോക്കാം. ഓപ്പോണൻ്റ് ഫുള്ള് ബെയിലൊക്കെയാണല്ലോ, സീനാണല്ലോ. എന്നാലും നമുക്ക് നോക്കാം. നമുക്കൊക്കെ ഒരു ഡബിൾ ബൂസ്റ്റർ കണ്ട കാലം മറന്നു, ഒന്നും കിട്ടുന്നില്ല. എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഫ്ലാറ്റിന്റെ പോസ്റ്ററോ അതൊക്കെ എങ്ങനെ സംഭവം? എന്തായാലും ഫസ്റ്റ് ഓപ്പോണന്റ് ടച്ച് ആണ്. സോ അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എംബാപ്പെ എന്തോ ഗ്രൗണ്ട് കാണാൻ ഒരു സുഖമില്ല അല്ലേ, എന്തോ പോലെ. നല്ലൊരു മൂവ്. കോസ്റ്റക്കട്ട ടു കുൾസോവിസ്കി ടു എംബാപ്പെ ടു ടോറസ്. മിസ്സായി. പുയോൾ. മൈക്കിളിന്റെ ഒരു സേവ്. കാർലോസ് ടു ടോറസ് ടു ഡേവിസ്. പുയോൾ എടുത്തു. സ്കോൾസ് ടു കുൾസോവിസ്കി ടു എംബാപ്പെ ടു പുയോൾ. ബക്കംബർ. മൈക്കിൾ എന്തായാലും പിടിച്ചിട്ടുണ്ട്. കുൾസോവിസ്കി, ഡേവിസ്, കുൾസോവിസ്കി, എംബാപ്പെ നല്ല റൺ. ടോറസ് എടുത്തു. ഡേവിസ്, സ്കോൾസ് നല്ലൊരു പാസ് കൊടുക്ക്. കുൾസോവിസ്കി ടു എംബാപ്പെ തിരിഞ്ഞില്. കോസ്റ്റക്കട്ട ബക്കംബർ എടുത്തിട്ടുണ്ട്. എന്തായാലും സ്കോൾസ് ടു ഡെൽ പ്യൂറോ ടു ടോറസിന്റെ നല്ല റണ്ണ്. ടോറസ് അടിക്കോ? പോയി. പുയോൾ ടു ഡേവിസ് ടു സ്കോൾസ്. പുയോൾ. കുൾസോവിസ്കി. കോസ്റ്റക്കട്ട. അങ്ങനെ 1-0. ഇപ്പൊ അവർ ലീഡിംഗ് ആണ്. ഡേവിസ് ടു എംബാപ്പെ ടു ടോറസ്. സ്കോൾസ്. കോസ്റ്റക്കട്ട. ബക്കംബർ പിടിക്ക്. ബക്കംബർ. കിട്ടി.
ഓ പിന്നെ ഒരു മിസ്. ഓ ഓ ജസ്റ്റ് മിസ്, രക്ഷപ്പെട്ടു. സ്കോൾസ്, ഡേവിസ്. എന്തായാലും കാർലോസ് ടു ഡെൽപിയറോ ടു ടോറസിന്റെ നല്ല റൺ. ടോറസ്. ഓ അതും പോയി. എന്നാലും അവർ നല്ല രീതിക്ക് പാസ് ചെയ്ത് കളിക്കുന്നുണ്ട്, നല്ല വൈഡായിട്ട്. നമ്മുടെ മിഡിലെ ആൾക്കാരില്ല, ആപ്പാടെ നമുക്ക് ഒരു സ്കോൾസും ഡേവിസും തന്നെ ഉള്ളൂ. ഓ പോസ്റ്റ്, രക്ഷപ്പെട്ടു. എന്തായാലും അവരുടെ ഒരു കോർണർ കിക്കാണ്. മെക്കംബർ ടു ഡേവിസ് ടു ടോറസ് ടു ഡെൽപിയറോ ടു കാർലോസ്. നമുക്ക് ക്രോസ് എടുത്ത് നോക്കാം. എന്തായാലും ക്രോസ്. ഓ പക്ഷെ നമുക്ക് ഫ്രണ്ടിൽ നല്ല ഹൈറ്റുള്ള പ്ലെയറും ഇല്ല, നല്ലൊരു ക്രോസ് കിട്ടിയ ഗോളാക്കാനായിട്ട്, കൺവേർട്ട് ചെയ്യാനായിട്ട്. എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്, 1-0 ലീഡിങ് ആണ്. എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫിൽ മാക്സിമം ജയിക്കാൻ നോക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു ഡ്രോയെങ്കിലും പിടിക്കണം. എന്തായാലും നമുക്ക് വിനിയെ ഇറക്കാം, അതുപോലെ തന്നെ നമുക്ക് ഹാളൻഡിനെ ഇറക്കാം, ടോറസിനെ മാറ്റിയിട്ട്. ഇപ്പോഴത്തേക്ക് ഇത് മതി, എന്തായാലും നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഡേവിസ് ടു പോയോ, സ്കോൾസ് ടു എംബാപ്പെ. സ്കോൾസ് ഒരു ക്രോസ് ഇടുന്നുണ്ട്, കോസ്റ്റക്കട്ട. മൈക്കിൾ. സ്കോൾസ് ടു ഹാളൻ ടു എംബാപ്പെ. ഓ മിസ്സായി. എന്തായാലും നമ്മുടെ കോസ്റ്റക്കട്ട ടു ഹാളൻ ടു എംബാപ്പെ. അവരുടെ പ്ലേയേഴ്സ് എന്തായാലും നല്ല ഫ്ലൂയിഡ് പോലെ ഒഴുകി കളിക്കുന്നുണ്ട് സംഭവം. എന്തായാലും ഡേവിസ് ടു എംബാപ്പെ ടു ഹാളൻഡ്. എന്തായാലും നമുക്ക് കുൽസോവ്സ്കി, എംബാപ്പയുടെ റൺ. ഓ പോയി. ഡേവിസ്, വിനി. ഡേവിസ് കാർലോസ് ടു വിനീഷ്യസ് ടു എംബാപ്പെ കൊടുക്കാൻ നോക്കാം. എംബാപ്പെ ടു ഹാളൻഡ് തിരിഞ്ഞിട്ട് എംബാപ്പെ ഷോട്ട് അടി. ഓ സേവ്. എന്തായാലും കുൽസോവ്സ്കി ഒരു ക്രോസ് ഇട്ട് നോക്കാം. കോസ്റ്റക്കട്ട, കുൽസോവ്സ്കി, ഡേവിസ്, എംബാപ്പെ ടു വിനി ടു കാർലോസ്. ഇപ്പോൾ ഹാളൻഡ്, ഡേവിസ്, എംബാപ്പെ ടു വിനി, ഡേവിസ്, സ്കോൾസ്, ഹാളൻഡ് തിരിഞ്ഞിട്ട് ഷൂട്ട് അടിച്ചേക്കാം. ഹാളൻഡ്. യെസ്, അതാണ്. എന്തായാലും സെലിബ്രേഷൻ ഇട്ട് കൊടുത്തേക്കാം, എന്നാലൊരു വാശി എടുത്തുള്ളൂ തിരിച്ചു കളിക്കാൻ. എന്നാലും ഹാളൻഡ് എന്തായാലും നല്ല ഫിസിക്കൽ വെച്ച് സംഭവം തിരിഞ്ഞൊരു ഗോൾ അടിച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ 1-1 ഡ്രോ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ 80 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു ഗോൾ അടിക്കാൻ നോക്കാം. പിന്നെ നമുക്ക് കുലിസോവ്സ്കിനെ മാറ്റിയിട്ട് റൈറ്റ് വിങ്ങിൽ നമുക്ക് എംബാപ്പേനെ ഇടാം. എന്നിട്ട് എംബാപ്പയുടെ CF പൊസിഷനിൽ നമുക്ക് ന്യൂനസിനെ ഇറക്കി നോക്കാം. നല്ല 80 മിനിറ്റ് ആയിട്ടുണ്ട്. മാക്സിമം ഒരു ഗോൾ അടിക്കാൻ നോക്കാം. എന്തായാലും നമുക്കൊരു ജയിക്കാൻ നോക്കണം, വിന്നെടുക്കണം നമുക്ക്. സ്കോൾസ്, ഡേവിസ് എടുത്തിട്ടുണ്ട്. ഹാളൻഡ് ടു ന്യൂനസ് ഓടിക്കേറിയില്ല. ഡേവിസ് ടു എംബാപ്പെ അല്ലല്ലോ, നമ്മുടെ സ്കോൾസ് ടു നമ്മുടെ ന്യൂനസ്. കാർലോസ് ഹെഡ് ചെയ്ത് ഒഴിവാക്ക്. ഡേവിസ് ഹെഡ് ചെയ്ത് ഒഴിവാക്കടാ. കിട്ടി. അപ്പം എന്തായാലും മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കളി പോലെ തന്നെ ഇതിപ്പോൾ ഡ്രോയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഹാളിനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയിട്ട് നമുക്ക് എന്തായാലും 1-1 ഡ്രോയെങ്കിലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും കളിച്ചത് ഉള്ളവർ തന്നെയാണ്. എന്തായാലും നമുക്ക് പ്ലെയർ റാങ്കിങ്ങിൽ നോക്കാം, ആരാന്നൊക്കെ നോക്കാം.